New24 എക്സ്ക്ലൂസീവ് വാർത്തയിലേക്കാണ്. ജമാഅത്തെ ഇസ്ലാമിയെ ശത്രുപക്ഷത്ത് നിർത്തുന്നില്ലെന്ന് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ സെക്രട്ടറി പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ 24നോട്. ന്യൂനപക്ഷങ്ങൾ വലിയ പ്രതിസന്ധി നേരിടുമ്പോൾ ഒറ്റക്കെട്ടായി നിൽക്കണം. ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെ എല്ലാവരെയും ചേർത്തുപിടിച്ചു പോവുകയാണ് ചെയ്യുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. നമ്മൾ അവരൊരു ശത്രുപക്ഷത്തും നിൽക്കുന്നില്ല. അവർ ന്യൂനപക്ഷങ്ങൾ വലിയ രീതിയിൽ ഇവിടെ വലിയ പ്രതിസന്ധി നേരിടുമ്പോൾ, വെല്ലുവിളി നേരിടുമ്പോൾ അതിൽ ഒറ്റക്കെട്ടായി നിൽക്കുക എന്നുള്ളതാണ്. അതിൽ ആ ഒരു ഒരുമയിൽ നിന്ന് പോകുമ്പോൾ എല്ലാവരെയും ചേർത്ത് പിടിച്ചു പോകുക എന്നുള്ള രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതേസമയം ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ അഞ്ഞടിച്ച് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ രംഗത്ത്. ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാമിക റിപ്പബ്ലിക് വക്താക്കളാണ്. മുസ്ലിം ലീഗ് ഇക്കാര്യത്തിൽ എന്തു പറഞ്ഞെന്നറിയില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു. ജമാഅത്തെ ഇസ്ലാമി ഇവിടെ എപ്പോഴും സ്വരാഷ്ട്രവാദം, അതുകൊണ്ട് അവർ ആ വാദത്തിൽ ഒരു ഇസ്ലാമിക റിപ്പബ്ലിക് ആക്കണം എന്ന വാദത്തിൽ നിന്നും പിന്മാറിയതായി ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. പിന്നെ തങ്ങളെന്താ പറഞ്ഞത്, അവർ കൂടിയിട്ടുണ്ടോ ഇല്ലേ, രാഷ്ട്രീയ പാർട്ടിക്കാർ എന്ത് ചെയ്യുന്നു, അതൊന്നും ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾക്ക് നോക്കേണ്ടതുമില്ല. കോഴിക്കോട് നിന്ന് ദീപക് ധർമ്മടം വിവരങ്ങളുമായി ചേരുകയാണ്. ദീപക്, സമസ്ത AP വിഭാഗം ജമാഅത്തെ ഇസ്ലാമിയെ പൂർണ്ണമായും തള്ളുകയാണ്. പക്ഷേ ആ രീതിയിലുള്ള നിലപാടെടുക്കാൻ മുനവർ അലി തങ്ങൾ തയ്യാറാകുന്നില്ല. എന്താണ് ഈ പ്രതികരണങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ജമാഅത്തെ ഇസ്ലാമി എന്നൊരു വിഷയം തിരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ CPIM LDF മുന്നോട്ട് വെച്ചതാണ്. ഈ വിഷയത്തിൽ ഈ പ്രതികരണങ്ങൾ എന്തിന്റെ സൂചകങ്ങളാണ്? ഒരു കാര്യം, തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വലിയ വിജയത്തിന് ശേഷം നിയമസഭ വിജയിക്കുമെന്ന് പ്രതീക്ഷയോടുകൂടി അത്തരം പ്രഖ്യാപനവുമായി UDF മുന്നേറുന്ന ഘട്ടത്തിൽ ഇതാദ്യമായാണ് ലീഗിൻ്റെ ഒരു നേതാവ് ഈ നിലപാട് കൃത്യമായി തുറന്നു പറയുന്നത്. അതായത് രഹസ്യമായി പറഞ്ഞിരുന്ന കാര്യമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ സഹകരണം, ജമാഅത്തെ ഇസ്ലാമിയെ ശത്രുപക്ഷത്ത് നിർത്തരുത് എന്നുള്ളത്. പക്ഷേ ഇതാദ്യമായി മുനവർ അലി തങ്ങൾ, അതും പാണക്കാട് കുടുംബത്തിന് വളരെ കൃത്യമായി തന്നെ പറയുന്നു ജമാഅത്തെ ഇസ്ലാമിയെ ശത്രു ആയി നിർത്തുന്നില്ല എന്നുള്ളത്. മാത്രവുമല്ല, മുസ്ലിം ജനവിഭാഗം വലിയ വെല്ലുവിളി നേരിടുമ്പോൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം, ഒരുമിച്ച് ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോവുകയാണ് എന്നുകൂടി പറയുകയാണ്. ഇത് ലീഗിനകത്ത് അല്ലെങ്കിൽ UDFനകത്ത് പറഞ്ഞിരുന്ന കാര്യം ആദ്യമായി 24നോട് മുനവർ അലി തങ്ങൾ നിലപാട് വ്യക്തമാക്കി പറയുകയാണ്. മുനവർ അലി തങ്ങൾ ലീഗിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറിയും യൂത്ത് ലീഗിൻ്റെ ആണ്. പക്ഷേ എന്നാൽ UDF ഈ കാര്യം പരസ്യമായി ഇതുവരെ പുറത്തു പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസം KPCC പ്രസിഡന്റിൻ്റെ അഭിമുഖത്തിൽ ഗോപീഷിനോട് UDFന് ഏതെങ്കിലും രീതിയിൽ ബാന്ധവുമില്ല എന്നാണ് പറഞ്ഞത്. എന്നാൽ അതേ സമയത്ത് സമസ്തയുടെ 2 വിഭാഗവും ജമാഅത്തെ ഇസ്ലാമി എതിർക്കുന്നു. ഇന്ന്, അതായത് കേരള യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അതിരൂക്ഷമായി ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പ്രതിഷേധ പ്രകടനം തന്നെയാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. അദ്ദേഹം പറഞ്ഞത് ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക് വേണം എന്ന വാദഗതി ഉയർത്തുന്നവരാണ് ഈ ജമാഅത്തെ ഇസ്ലാമി. അതുകൊണ്ട് തന്നെ അവരെ അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഏത് സാഹചര്യത്തിലാണ് ലീഗ് ഇത് പറഞ്ഞത്, ഏത് രാഷ്ട്രീയ പാർട്ടി എന്തു പറഞ്ഞാലും ഞങ്ങളുടെ നിലപാട് ഇതാണ് എന്ന് കൃത്യമായി കാന്തപുരം പറയുകയും ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ ഏതായാലും വീണ്ടും ജമാഅത്തെ ഇസ്ലാമി ഒരു സജീവ ചർച്ചയായി മാറുകയാണ്. ഇപ്പോൾ ഇന്ന് കാലത്ത് 24ൽ ഈ പാണക്കാട് മുനവർ അലി തങ്ങളുടെ ഈ പ്രതികരണം വന്നതിന് ശേഷം. ശരി, 2 സുപ്രധാനമായ പ്രതികരണങ്ങളാണ് ഈ വിഷയത്തിൽ ലഭിച്ചത്. ദീപക് ധർമ്മടം കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.